ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയൊരു യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് UK-ലാണ്. മിക്കവാറും ബോയ്സിന് എല്ലാവർക്കും പെട്ടെന്ന് ഒരു ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പെൺകുട്ടികളായിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന വിചാരിക്കും. എൻ്റെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു വിൻ്റർ ടൈമിൽ ലൈഫ് അത്രത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തു. ഇപ്പം ഞാൻ എങ്ങനെ അതിനെ റിക്കവർ ചെയ്യുന്നു, എങ്ങനെയാണ് ഇപ്പം എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നും. എന്താ പറയുക, പക്ഷെ നല്ലൊരു ഫീൽ തോന്നും, ബെറ്റർ ഫീൽ തോന്നും ഇത് ചെയ്തതിന് ശേഷം. അപ്പം ഞാൻ കരുതി ഇത് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് കരുതിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഫസ്റ്റ് എങ്ങനെ നിങ്ങൾക്ക് റിക്കവർ ആകാം എന്നതാണ് എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് തിങ്. അതാണ്, വേറൊന്നുമല്ല. ഞാൻ ഒത്തിരി നാളായി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒരു ആക്ടിവിറ്റീസ് ചെയ്തിട്ട് നമുക്കിതിനെ റിക്കവർ ആക്കാം എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നോക്കിയപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നല്ലത്, എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വട്ടാണ്, അത്രയ്ക്കും വണ്ടി ഭ്രാന്താണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എനിക്ക് RC കാറാണ്. സോ ഞാൻ അങ്ങനെ RC കാറിലേക്ക് പോകും. ആ ഒരു RC കാർ ഞാൻ സെലക്ട് ചെയ്തത് ലാൻഡ് ക്രൂസർ, ടൊയോട്ട ലാൻഡ് ക്രൂസർ 1:12 സ്കെയിലാണ്. ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇത് സെലക്ട് ചെയ്യാനുള്ള കുറച്ച് റീസൺസ്. ഫസ്റ്റ് തിങ്, ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് വേറെ ലാൻഡ് ക്രൂസറിൻ്റെ തന്നെ ഫുൾ ബോഡിയിലായിട്ടുള്ള ടൈപ്പ്. അത് നാട്ടിലെത്തി ഓൾമോസ്റ്റ് ഒരു 24,000 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാനൊരു ബിഗിനറാണ്, എനിക്കിതിനെ പറ്റിയിട്ട് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, മെയിൻ്റനൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഞാൻ എത്തിപ്പെടുന്നത്. ഈ ഒരു വണ്ടീൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് 4x4 ആണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ നമ്മുടെ നാട്ടിലെത്തെ ഒരു 14,000 അടുത്തേ വരുന്നുണ്ട് 1.4. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നമുക്കിത് ഭയങ്കര ഇതായിട്ട് തോന്നും. പിന്നെ അതുപോലെ 4-wheel ഡ്രൈവ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വണ്ടി വാങ്ങിക്കുമ്പോൾ ഇതൊരു സ്റ്റോക്ക് മോഡലായിട്ട് ലൈക്ക് ഒരു ആക്സസറീസ് ഒന്നുമില്ല, നമ്മൾ ഫുള്ള് സാധനത്തൊക്കെ നിങ്ങൾ ഇവൺ ഇൻക്ലൂഡിങ് സ്റ്റിക്കർ വരെ നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യണം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ കാരണമാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വണ്ടി സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇതാണ് നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ആ പാക്കിലുണ്ടാകുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്കിതുപോലെ സ്റ്റിക്കർ വരുന്നുണ്ട്, ഇതിനകത്ത് ഒത്തിരി നമുക്ക് ഡിസൈൻ ചെയ്യാം. പിന്നെ ഇതൊക്കെ കാണുന്നതൊക്കെ ആക്സസറീസ് ആണ്, നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സൈഡ് മിററുണ്ട്, സംഭവങ്ങളുണ്ട്. ഇതാണ് ഈ ഒരു RC കാറിൻ്റെ കൂടെ വരുന്ന റിമോട്ട്. ഇതാണ് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ, ഓൺ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള പവർ ബട്ടൺ കാര്യങ്ങളൊക്കെ, പിന്നെ
സൈഡിലൊക്കെ ഇത് ഡീറ്റെയിൽ വീഡിയോ ഞാൻ വരും ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് നമ്മൾ റിമോട്ട് ഓണാക്കാതെ നമ്മൾ ഈ വണ്ടീൻ്റെ മാത്രം മെയിൻ പവർ ഇത് മാത്രം ഓണാക്കുകയാണെങ്കിൽ ലൈറ്റ് ഇതുപോലെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇതാണ് വണ്ടീൻ്റെ ഫൈനൽ ലുക്ക്. അതിൽ നമുക്ക് ബാക്കിലേക്ക് ഇട്ടിട്ടുള്ള സ്റ്റിക്കർ പിന്നെ അതുപോലെ ബാക്കി ആക്സസറീസ് ഒക്കെ നമ്മൾ അസംബിൾ ചെയ്തതിന് ശേഷം നമുക്കുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. Slow down, don't wanna hear it talking shit, fuck the drama. You keep it coming, I'ma send you to your mama. It's the whip, quick clip.